CPM സഹയാത്രികൻ നമുക്കൊപ്പം ചേരുന്നു. ഈ ഏറ്റവും അവസാനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കാട്ടാക്കടയിൽ നിന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാര്യം കൂടി കാണിച്ച യൂത്ത് കോൺഗ്രസിനെ പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വടി ഒക്കെ ആയിട്ട് കമ്പും വടികളൊക്കെ എത്തി ആക്രമിക്കുന്നു. പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് സംഭവം. അപ്പോഴും ഈ കലാപം നടത്തുന്നത്, കലാപത്തിന് ആഹ്വാനം നടത്തുന്നത് ആരാണ് എന്നാണ് CPM ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഉദ്ഘോഷണത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല പറഞ്ഞ, കാരണം കാര്യങ്ങളെല്ലാം അത്രമേൽ സുവ്യക്തമാണ്. ഇപ്പോ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, എല്ലാവരും കൊടുത്തിട്ടുള്ളതുമാണല്ലോ അത്. പിന്നെ ഈ നാളെ 23-ാം തീയതി DGP ഓഫീസിലേക്കുള്ള മാർച്ചിൽ പിന്നെ നവകേരള സദസ്സിലുള്ള മറുപടി ഉണ്ടാവും എന്നാണ് PCC പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത്തരത്തിൽ അവര് പിന്നെ വെൽ പ്ലാൻഡ് ആൻഡ് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഈ ഒരു കാര്യം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഏത് കാര്യം? പിന്നെ പ്രതിഷേധിക്കുക എന്നുള്ളതല്ല, അത് പിന്നെ പരമാവധി പ്രകോപനവും ആക്രമണവും ഉണ്ടാക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ അവർ കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതും. അതാണല്ലോ അദ്ദേഹം പറയുമ്പോൾ ഇവര് മറ്റൊരു രൂപത്തിൽ നടപ്പാക്കുന്നത്. മറ്റൊരു സംഗതി എനിക്ക് ഈ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു ദിവസം വസന്ത് പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ ഞാനും ഉണ്ട്. അപ്പൊ ഇതേ വിഷയമാണ്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ആ ചാനലിൽ അന്നുള്ളത്. അപ്പോ വസന്ത് എന്ന് പറയുകയാണ്, പോലീസുകാരൻ ഓർത്തോണം, പിന്നെ കണ്ണൂർ മുതൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, കണ്ണൂർ മുതൽ തിരുവനന്തപുരമുള്ള എല്ലാവരുടെയും ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, എന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കും എന്ന് കരുതണ്ട എന്ന് വസന്ത് ആ ചർച്ചയിലാണ് ആദ്യമായിട്ട് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. ഞാനും പങ്കെടുക്കുന്ന ചർച്ചയിലാണ്. അത് കഴിഞ്ഞ് കൃത്യം 6 ദിവസം കഴിയുമ്പോൾ, 6 ദിവസം കഴിഞ്ഞുള്ളൂ, ഇതേ വാചകം തന്നെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി പിന്നെ ഒരാഹ്വാനം പോലെ പ്രസ്താവിക്കുകയാണ്. വസന്ത് പറഞ്ഞ അതേ കാര്യം, ഒരാഴ്ച മുമ്പ് വസന്ത് പറഞ്ഞ അതേ കാര്യം പ്രതിപക്ഷ നേതാവ് പരസ്യമായി ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ ഇതെന്താണ്? ഇത് മുൻകൂട്ടി തീരുമാനിച്ചു. എന്നിട്ട് പിന്നെ ക്യാപ്സ്യൂളിന്റെ കാര്യം വസന്ത് പറയുന്നല്ലോ. എനിക്ക് ആ കാര്യം ക്യാപ്സ്യൂൾ തരാനില്ല വസന്ത്, അറിയുമല്ലോ, വസന്ത് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഈ കോൺഗ്രസിലെ ഏതാണ് ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ ഒരു ക്യാപ്സ്യൂൾ നേരത്തെ കൊടുക്കുകയാണ് ഇതുപോലുള്ള വസന്തരെ പോലുള്ള വക്താക്കൾക്ക്. വസന്ത് കുറെ കൂടെ മിതഭാഷയും സമാധാനകാംക്ഷ ആയതുകൊണ്ട് ആ തരത്തിൽ പറഞ്ഞുള്ളൂ എന്നുള്ളതേ ഉള്ളൂ. ഇത് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം തന്നെ ഇത് പരസ്യമായി അങ്ങ് നിലപാടായിട്ട് പ്രഖ്യാപിക്കുകയുമാണ്. അപ്പൊ ഇതൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്, അണികൾക്ക് കൊടുക്കുന്ന മെസ്സേജ്. ആ മെസ്സേജ് അവർ സ്വാഭാവികമായും ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യും. ഇപ്പോ പിന്നെ ഇവിടുത്തെ ഈ തിരുവനന്തപുരത്തെ പിന്നെ ഇന്നലത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ഇന്ന് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന മലയാള മനോരമ, അതിനുശേഷമുള്ള മാതൃഭൂമി അംഗീകരിക്കുന്നത്. മലയാള മനോരമ അതിനെ എന്താണ് എഴുതിയിരിക്കുന്നത്, മനോരമ ലേഖകൻ എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? പോലീസ് ലാസ്റ്റ് ഫേസിലാണ് ഇടപെടുന്നത് എന്നുള്ള നിലയിൽ തന്നെയാണ്. ആ വാക്ക് പ്രധാനപദം ഞാൻ പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവരുടെ ആക്രമണത്തിന് ശേഷമാണ് പോലീസുകാര് പ്രതികരിക്കുന്നത് എന്നാണ് ആ വാർത്തകൾ ഉള്ളടക്കത്തിൽ വരുന്നത്. അപ്പൊ അത് അങ്ങനെ വരുമ്പോൾ അത് മലയാള മനോരമയ്ക്ക് പോലും അങ്ങനെ പറയേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ്? അങ്ങനെ എത്തിച്ചാലും പ്രശ്നമില്ല. ഇപ്പൊ വസന്ത് പറയുന്നത് തന്നെയാണ്, ആൾക്കാരെ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങൾക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഞങ്ങളുടെ പ്രവർത്തകരെ മറ്റു സ്ഥലങ്ങളിൽ ആക്രമിച്ചു. മറ്റു സ്ഥലങ്ങളിൽ എന്തിനാണ് ആക്രമിക്കപ്പെട്ടത്? അതിനു മുമ്പ് ഇപ്പോ തിരുവനന്തപുരത്തെ ആക്രമണം, ആലപ്പുഴയിൽ കായംകുളത്തെ ആക്രമണത്തിന്റെ പ്രതിഷേധമായിരുന്നു. അപ്പോ കായംകുളത്തെ ആക്രമണമോ ആലുവയിലെ ആക്രമണത്തിന്റെ പ്രതിഷേധമായിരുന്നു. അപ്പൊ ആലുവയിലെ ആക്രമണമോ അത് പിന്നെ കണ്ണൂരെ ആക്രമണത്തിന്റെ പ്രതിഷേധമായിരുന്നു. അപ്പൊ കണ്ണൂരെ ആക്രമണം എന്തിനാണ്? അപ്പൊ അതിന് കാരണമില്ല. ആ കാരണം ഞങ്ങൾ പ്രതിഷേധിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു, അത്രേ ഉള്ളൂ കാരണം. അപ്പൊ അവിടെ ആ കാരണം തുടങ്ങുന്നു, പിന്നീട് ഇങ്ങോട്ട് അതിനനുബന്ധമായി അതിന്റെ പ്രതികരണങ്ങളായിട്ട് വരുന്നു. അല്ല ശ്രീ M. ജയചന്ദ്രൻ, ഈ എല്ലാ പ്രതിഷേധത്തിനും പരിഹാരം ഉണ്ടാക്കാൻ നടക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണോ എന്നുള്ളതാണ്. പോലീസ് ഇന്നത്തെ ഒറ്റ ദിവസം മാത്രം മതിയല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ട അതേ പോലീസിന്റെ തല്ല് ഒരു വശത്ത്, പോലീസ് നോക്കി നിൽക്കുന്നത് മറ്റൊരു വശത്ത്. അല്ല, ഞാനത് തന്നെയാണ് പറയാൻ വന്നത്. ഞാൻ അതേ കാര്യം തന്നെയാണ് അപർണ ചോദിച്ച കാര്യം തന്നെയാണ് ഞാൻ പറയാൻ വന്നത്. ഇത് സംബന്ധിച്ച് കുറച്ചു മുമ്പ് അപർണ തന്നെ കോട്ട് ചെയ്ത് പറഞ്ഞല്ലോ, ഗോവിന്ദ മാഷ് പറഞ്ഞതായിട്ട്, പത്രസമ്മേളനത്തിൽ പറഞ്ഞതായിട്ട്. പിന്നെ അടിയും തടയും എന്നാണ് അദ്ദേഹം പ്രയോഗിച്ച പദം.
അപ്പം അടിയും തടയുമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹം ഗോവിന്ദമാഷ് വോട്ട് ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അത് പോലീസ് നോക്കിക്കോളും എന്നുള്ളതാണ്. ആ നിലയിലാണ് അവരത് കാണുന്നത്. അതിന്റെ ന്യായങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഇതിന് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ അതിൽ ശരിയും തെറ്റും ഒരുപോലുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിലും ഉണ്ട്. പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ അവരുടേതായ നിലപാടിൽ അവരെ ചോദിക്കും. ഇപ്പൊ വസന്ത് ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന വക്താവാണ്. വസന്ത് ചോദിക്കുമ്പോൾ വസന്തിന്റെ ഭാഗത്ത് ശരിയുണ്ട്. അതിനെ എതിർക്കുന്നവരുടെ ഭാഗത്ത് അവർക്ക് അവരുടേതായ ശരിയുണ്ട്. ഇപ്പൊ ശരിയും തെറ്റും ആപേക്ഷികമാണെന്ന് നമ്മൾ എപ്പോഴും പറയുമല്ലോ, നിയമവ്യാഖ്യാനത്തിലടക്കം പറയുമല്ലോ. അപ്പൊ അത് വരുന്നുണ്ട്. അതെന്തായാലും ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ആർക്കാണ് പ്രയോജനം? പിന്നെ ഈ അല്ല, അപ്പോഴും ഞാനൊന്ന് ചുരുക്കി ചോദിക്കുകയാണ്. നവകേരള സദസ്സിന്റെ കൊട്ടിക്കലാശം വരുന്നു, നാളെ ഇതിന്റെ സമാപനം വരുന്നു, ഒരു കൂട്ടത്തല്ലുണ്ടാവട്ടെ, അത് തല്ല് നോക്കി പോലീസ് അവിടെ നിൽക്കട്ടെ, ആ രണ്ട് വശത്തും ശരിയും തെറ്റും ഉണ്ടല്ലോ എന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഞാൻ എന്റെ അഭിപ്രായം, എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ പറ്റും. ഗവൺമെന്റിന്റെ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, അതെനിക്ക് കഴിയില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ അതാണ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചത് തന്നെയാണ്. ഈ പിന്നെ ഇപ്പൊ വസന്ത് തന്നെ ചോദിക്കുന്നത് പോലെ എന്താണ് ഇതിങ്ങനെ, ഇത് ഭയങ്കര അബദ്ധമായി പോയെന്ന് ഗവൺമെന്റ് തോന്നുന്നുണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഞാൻ ഈ നവകേരള സദസ്സ് വമ്പിച്ച വിജയമായി എന്നാണ് വിജയ് അവകാശപ്പെടുന്നതും മുഖ്യമന്ത്രി മന്ത്രിമാരും അവകാശപ്പെടുന്നത്. എറണാകുളത്തും ആലപ്പുഴയിലും കൊല്ലത്തും അടക്കം ചില നവകേരള സദസ്സുകളിൽ ഞാൻ പങ്കെടുത്തയാളാണ്. എന്നാലും ചില പ്രഭാവ സദസ്സുകളിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ അഭിപ്രായമല്ല ഉള്ളത്. പക്ഷെ എന്റെ അഭിപ്രായം അല്ലല്ലോ ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ടത്. പിന്നെ അവതാരകയായ താങ്കൾ ചോദിച്ച അഭിപ്രായമാണല്ലോ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഈ വിജയപരാജയങ്ങളിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതുന്ന ആളാണ്. നവകേരള സദസ്സ് പരിപൂർണമായി വിജയിച്ചു എന്ന് കരുതുന്ന പിന്നെ ഭരണപക്ഷമുണ്ട്, LDF ഉണ്ട്, മന്ത്രിസഭയുണ്ട്. അതിനെ തീർത്തും നിരാകരിക്കുന്ന അല്ലെങ്കിൽ അത് പരാജയപ്പെട്ട ഒരു ഉദ്യമമാണ് എന്ന് കരുതുന്ന പ്രതിപക്ഷമുണ്ട്, വസന്തടക്കമുള്ള ആൾക്കാരുണ്ട്. അത് ആ നിലപാട് ഇവിടെ സമർത്ഥിക്കേണ്ട കാര്യമില്ല, അതിന്റെ വിജയപരാജയങ്ങളൊന്നും. പക്ഷെ ദൗർഭാഗ്യകരമാണ് കേരളത്തിലെ ചെറുപ്പക്കാർ ഇങ്ങനെ തെരുവിൽ പരസ്പരം ഏറ്റുമുട്ടുന്നത് എന്നുള്ളത്. എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ ഏറ്റുമുട്ടേണ്ടവരല്ല കേരളത്തിലെ യുവത്വം. ഇപ്പോ കോൺഗ്രസിനും UDF-നും അവരുടേതായ ഒരു ജനപക്ഷം, ഒരു വോട്ട് ബാങ്ക് തന്നെ ഉള്ള സംസ്ഥാനമാണ്, പ്രബലമായി തന്നെ ഉള്ള സംസ്ഥാനമാണ് കേരളം. അതിലെനിക്ക് യാതൊരു സംശയവും തർക്കവുമില്ല. പക്ഷെ അത് ഇങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ള സംശയം മാത്രമേ. അതേതായാലും താങ്കൾ ആ ഒരു നിലപാട്, ഈ രീതിയിലല്ല തെരുവിൽ ഏറ്റുമുട്ടേണ്ടത്, അത് കലാപമോ കലാപത്തെ അടിച്ചമർത്തലോ അല്ല എന്നുള്ളൊരു നിലപാട് താങ്കൾ എടുത്തത് നന്നായി ശ്രീ M. ജയചന്ദ്രൻ. ഞാൻ തിരികെ എത്താം. ശ്രീ